ഒരു പെരുന്നാളും വെക്കേഷനും വന്ന് പറഞ്ഞ് വീട്ടിലോട്ട് പോയതാ. തിരിച്ചു വരണമെന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലായിരുന്നു. അതെങ്ങനെ എന്റെ മോനെ പറഞ്ഞാൽ മതിയല്ലോ. പെൺകോട്ട് ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരണമെന്ന് വല്ല ചിന്തയുണ്ടോ? ഒരു തള്ളച്ചി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആർക്കെങ്കിലും ഒരു ബോധം ഉണ്ടായിരുന്നു? ഒരാഴ്ച പോയി നിന്നിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടത്തേക്ക് വരണമെന്നുണ്ടോ? അവസാനം ഞാൻ വിളിക്കേണ്ടി വന്നപ്പോൾ കെട്ടും പൊതിയായിട്ട് തിരിച്ചിങ്ങി വരുന്നു. ഇവിടെയൊക്കെ തുടച്ചിട്ടൊക്കെ എത്ര ദിവസമെന്നറിയാവും. ഒറ്റയ്ക്കാന്നും പറഞ്ഞ് മോനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചത്. പാവം, ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരു തിരിച്ചു ഒരു മറുപടിയും പറഞ്ഞില്ല. എന്നെങ്കിലും ഉമ്മാക്ക് മനസ്സിലാവും അവളെ. എന്താ ഇവിടെ തൂത്താ മാത്രം പോരാ, ഇവിടൊക്കെ തുടയ്ക്കണം. ഈ ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. നീ പോയപ്പോ അങ്ങണ്ട് ഇട്ടതാ. എന്റെ മേലെനിക്ക് ഒരു എനിക്കിപ്പോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടൊക്കെ തുടച്ച് വാര്. ഒരു 2 തവണയെങ്കിലും ഇവിടെ നിന്ന് തുടയ്ക്കണം. അത്രയ്ക്ക് നല്ല അഴുക്കുണ്ട്. ഒരു രസമൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് തിരിച്ചൊന്നും പറയാത്തത് കൊണ്ട് പറയാനൊക്കെ ഒരു സുഖമുണ്ട്. ഇനിയാണ് എന്റെ പറഞ്ഞ ഇവിടെ തുടങ്ങാൻ പോകുന്നത്. കരവാണെന്ന് തോന്നുന്നു, നോക്കിയിട്ട് വരാം. നേരെ വെളുത്താണ് കുറച്ച് എടുക്കാൻ തുടങ്ങിയത്. ശരിക്കുള്ള സ്വഭാവം എനിക്ക് അറിയാമേത്തോട്ടാ. വന്ന് കയറുതിലേ ഉള്ളെന്ന് വെച്ചിട്ട് ഞാനൊന്നും മിണ്ടാത്തത്. കൂടുതൽ പഠിക്കാൻ വന്നുണ്ടല്ലോ, ഇതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ തറയിലിട്ട് ഓരക്കി ഞാൻ അവിടം വരെ പോകുന്നു നോക്കട്ടെ. കൂടുതൽ കളിക്കാൻ വന്നാൽ പഴയ സ്വഭാവം എടുപ്പിച്ചാലുണ്ട്. ഇവിടുത്തെ ഒരു കളിയും നടക്കത്തില്ല. പണ്ട് എൻ്റെ അമ്മായിയമ്മ എന്നിട്ട് പൊരിച്ചതുപോലെ പൊരിക്കാന്ന് വിചാരിച്ചത്. പക്ഷേ ഇവളെന്നെ പൊരിച്ചെടുക്കും. അതിലും നല്ലത് മിണ്ടാതെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്നതാ നല്ലത്. കൂടുതൽ പഠിക്കാൻ ചെന്നാ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം.